നീ എണ്ണ കാച്ചി എന്തിനാണ് വിൽക്കുന്നത്? നിനക്ക് വേറെ വേലയില്ലേ? ചുമ്മാ ഇരുന്നൂടെ? നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജയപരാജയങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. താഴ്ന്ന തട്ടിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നീട് എനിക്ക് താഴേക്ക് പോകുന്നതിനോട് എനിക്ക് ഒട്ടുമേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമുക്ക് രണ്ട് കാലിൽ നിൽക്കണം, നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഭദ്രത നേടിയെടുക്കണം. തൊഴിലവസരങ്ങൾ നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ട്. നല്ല രീതിയിലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. കുറച്ച് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാനും സാധിക്കും. നമ്മൾ ജാമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അന്ന് നമുക്ക് ഒരു 6-7 മണിക്കൂർ വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികൾക്കായിരുന്നാലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ടെൻഡൻസിയുള്ള മുതിർന്നവരുണ്ടായിരുന്നാലും ഇതിന് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു പരിഹാരം തന്നെയാണ്. 2007 നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു കുഞ്ഞു സംരംഭം, അതായത് ഒരു വീടിൻ്റെ ഒരു കൊച്ചടുക്കളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഒരു സംരംഭം എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് നമ്മളൊരു ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത്. ഇത് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഇന്ന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലും കൂടി കടന്നു പോകുന്നതാണ്. അപ്പോൾ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ആ ബ്രഹ്മി തന്നെ തിരഞ്ഞെടുത്തത്. ബുദ്ധിക്കും ഓർമ്മയ്ക്കും സ്വരശുദ്ധിക്കുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ബ്രഹ്മി. അപ്പോൾ ആ ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ബ്രഹ്മിയുടെ മിക്സ്, ബ്രഹ്മി ജാം, ബ്രഹ്മി സിറപ്പ്, ബ്രഹ്മിയുടെ ഓയിൽ, ബ്രഹ്മിയുടെ ഹണി, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സംരംഭം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നമുക്കത് ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് കുടുംബശ്രീ വഴിയാണ് നമ്മളിത് കയറി വന്നത് 2007. അതായത് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം. ഞാനൊരു വളരെ താഴെത്തട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ എനിക്ക് ഇനി പിന്നീട് താഴേക്ക് പോകണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സംസ്കൃതമാണ് ഞാൻ ഡിഗ്രി വരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് ചെയ്യണം എന്നൊരു താല്പര്യം എന്നുണ്ടായിരുന്നു. അങ്ങനെ താളിയോലയിൽ നിന്നും ആയുർവേദ ഭിഷഗുരന്മാരിൽ നിന്നും നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ ഒരുപാട് അറിവുകൾ വെച്ചിട്ട് ബ്രഹ്മിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, മറവി, പെട്ടെന്നുള്ള മറവി, അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നും, അതായത് ബ്രഹ്മിയോടൊപ്പം തന്നെ വയമ്പ്, ഇരട്ടിമധുരം, ശംഖുപുഷ്പം, ചിറ്റമൃത്, ഞവര, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പൗഡറാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പായസ കൂട്ടായിട്ട് നമ്മളത് വിൽപ്പന നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ധാരാളം എക്സിബിഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊരു ഔഷധ കഞ്ഞി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഔഷധ കഞ്ഞിയിൽ തന്നെ ധാരാളം മരുന്നുകൾ ചേർത്തിട്ടുള്ളതാണ്. അതിന് ഭയങ്കര കയ്പ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളിലൂടെയുള്ള ആ ഒരു നമ്മുടെ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ അത് വെച്ചിട്ട് തന്നെ ഞവരരിയിൽ നമ്മൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു ഔഷധ കഞ്ഞിയാണ് ഞാൻ ആദ്യമായിട്ട് പുറത്ത് ഒരു എക്സിബിഷനിൽ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ആദ്യം 21 പ്രോഡക്റ്റ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ പ്രോഡക്റ്റ്സുകളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ബ്രഹ്മിയുടെ പ്രോഡക്റ്റ്സ് തന്നെയാണ്. കാരണം അത് നമ്മൾ ഈ ലോകോത്തരമായിട്ടുള്ള ഒരു മേഖലകളിലേക്ക് അത് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഈ ഉൽപ്പന്നം കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു കുട്ടിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കുഞ്ഞുണ്ടായിരുന്നു. അതിന് 6 വയസ്സാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മിയുടെ പൗഡർ, അതായത് ബ്രഹ്മി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് പാക്കാക്കി വെച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ബ്രഹ്മി, വയമ്പ്, ഇരട്ടിമധുരം, ശംഖുപുഷ്പം, ചിറ്റമൃത്, ഞവര, ഇതെല്ലാം ചേർത്തുള്ള പൗഡറാണിത്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂണും മുതിർന്നവർക്ക് 1 ടേബിൾ സ്പൂണും നമുക്കിത് കഴിക്കാം. എല്ലാ പ്രായക്കാർക്കും ഇത് കഴിക്കാം. അതായത് ജനിച്ചിട്ട് 6 മാസം പ്രായമായ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികൾക്കായിരുന്നാലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ടെൻഡൻസിയുള്ള മുതിർന്നവരുണ്ടായിരുന്നാലും ഇതിന് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള പരിഹാരം തന്നെയാണ് നമ്മുടെ ബ്രഹ്മിയുടെ പൗഡർ എന്ന് പറയുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്തിട്ടില്ല. പാലിൽ ചേർത്ത് കഴിക്കാം, തേനിൽ ചാലിച്ച് കഴിക്കാം. ഇതിനെല്ലാത്തിനും നല്ലതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ സ്പൂൺ ആഡ് ചെയ്തിട്ട് നമുക്ക് ദോശയായിരുന്നാലും മറ്റുള്ള പലഹാരങ്ങളായിരുന്നാലും നമുക്ക് അതിനോടൊപ്പം ചേർന്ന് നമുക്ക് കഴിക്കാം. പിന്നെ രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് തന്നെ പെട്ടെന്നൊരു രോഗം ബാധിച്ചു കളയില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ സമൂഹത്തിന് തന്നെ അറിയാം ഈ ബ്രഹ്മി എന്താണെന്നുള്ളത്. അപ്പം അത് നേരിട്ട് കഴിക്കുമ്പോൾ നല്ല കയ്പ്പായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റായിട്ട് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ മധുരതരമായ രീതിയിൽ നമുക്ക് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്രഹ്മിയുടെ ജാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രഹ്മിയുടെ പൗഡറിൽ മധുരം ചേർത്തിട്ടില്ല. ഈ ജാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെങ്കതളിയ പഴവും പനങ്കൽക്കണ്ടും കൂടെ ഈ കണ്ടൻറ്റുകളുടെയോടൊപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട്. ബ്രഹ്മി, വയമ്പ്, ഇരട്ടിമധുരം, ഇതിനോടൊപ്പം തന്നെ ചെങ്കതളിയ പഴവും ബ്രഹ്മിയും ചേർത്ത് തയ്യാറാക്കിയതാണ് നമ്മുടെ ഈ ബ്രഹ്മി ജാം എന്ന് പറയുന്നത്. ഇത് സാധാരണ ജാം പോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രഹ്മിയുടെ ഹണിയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്രഹ്മിയും തേനും ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അത് നല്ല മധുരമായിട്ട് തന്നെ നമുക്ക് കഴിക്കാം.
പിന്നെ ബ്രഹ്മിയുടെ സിറപ്പുണ്ട്, ബ്രഹ്മിയുടെ ഓയിലുണ്ട്. ഇത് ബ്രഹ്മിയുടെ ഓയിലാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും തലയിൽ തേച്ച് കുളിക്കുന്നതിനും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് നീലാംബരിയുടെ ഒരു ഓയിലുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തലമുടി നരച്ചു പോകുന്ന ടെൻഡൻസി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത മുടി ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മാറും, താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ല കറുത്ത മുടി ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ നീലാംബരിയുടെ ഓയിൽ. ഇത് അലോവേരയുടെ ഒരു മസാജ് ഓയിലാണ്. അലോവേര എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ പൾപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതും മരമഞ്ഞളും കൂടി ചേർത്തിട്ട് പ്യുവർ ആട്ട് വെളിച്ചെണ്ണയിലും പിന്നെ നമ്മൾ എള്ള് കൊണ്ട് ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ളവർക്കും നമുക്ക് ബോഡി മസാജായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഒരു ഫേസ് പാക്കാണ്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിനകത്ത് കസ്തൂരി മഞ്ഞൾ, നിലപ്പന, മുത്താറി, മുൾട്ടാനിമിട്ടി, റെഡ് സാൻഡൽ, പീ പൗഡർ തുടങ്ങി 8 കണ്ടൻറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും എല്ലാവർക്കും സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ജനങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തതും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു 6 മാസക്കാലം പഠിച്ചു. ഇതെന്താണ്, ഈ ഒരു പ്രോഡക്റ്റ്, ഇതിൻ്റെ ഘടകങ്ങൾ എന്താണ്, ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഓരോ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഗുണപ്രദമാണ് എന്നെല്ലാം നമ്മൾ ഡോക്ടർമാരോടൊപ്പം ചേർന്ന്, നമുക്ക് തന്നെ 2 ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവരോടൊപ്പം ചേർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിന് എത്ര ശതമാനം നമുക്ക് ചേർക്കാൻ പറ്റും, ഒരു ദിവസം എത്ര അളവ് നമുക്കൊരു കുട്ടിക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഇത് കഴിക്കാമെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചു. ആ ഒരു അളവിലാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അളവുകളെല്ലാം അതിലുണ്ടാവും. ഒരു ദിവസം നമുക്ക് 1 ടീസ്പൂൺ കുട്ടികൾക്കും 1 ടേബിൾ സ്പൂൺ മുതിർന്നവർക്കും നമുക്കിത് കഴിക്കാം. പിന്നെ സ്ത്രീകൾക്കായിരുന്നാലും മറ്റുള്ളവർക്കായിരുന്നാലും ഇപ്പം വെറുതെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ഒരുപാട് സംരംഭകരുണ്ട്. അപ്പം അതിലൊരു അംഗമെന്നുള്ള നിലയിൽ എനിക്കും ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഞാൻ 15 വയസ്സിൽ ഞാനൊരു സംരംഭകയായതാണ്. കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് ഞാനിത് മുന്നോട്ട് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വളരെ താഴ്ന്ന തട്ടിൽ ജീവിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നീട് എനിക്ക് താഴേക്ക് പോകുന്നതിനോട് എനിക്ക് ഒട്ടുമേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളെക്കൊണ്ട് എന്ത് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരൊറ്റ ഒരു ഇതാണ്, അതായത് എന്താ, നമുക്ക് 2 കാലിൽ നിൽക്കണം, നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഭദ്രത നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന തലമുറകളും അതിനെ കണ്ട് മനസ്സിലാക്കി വീണ്ടും അവർക്കും ഒരു ബിസിനസ് ടെൻഡൻസി ഉണ്ടാവണം. ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ, അതായത് കുട്ടികളാവട്ടെ, പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് പോകുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ പോയിട്ടും അവർ സംരംഭം എന്തെങ്കിലും അവരൊരു റെസ്റ്റോറൻറ്റിൽ വരെ പണിയെടുക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എവിടെ ജർമ്മനിയിലാണ്, ഞാൻ സ്വിറ്റ്സർലൻഡിലാണ് എന്നൊക്കെ പറയുമ്പോഴും അവരവിടെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാളും നല്ല രീതിയിൽ നമ്മളെ കേരളത്തിൽ തൊഴിലവസരങ്ങൾ നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗവൺമെൻറ് ശമ്പളത്തെക്കാൾ ഉപരി നല്ല രീതിയിലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. കുറച്ച് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാനും സാധിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ചാരിതാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്ക് 2012 നമുക്ക് സ്റ്റേറ്റ് അവാർഡും 2014 നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാനലിൽ നിന്ന് തന്നെ, അതായത് മനോരമയാവട്ടെ, ഫ്ലവേഴ്സ് ചാനൽ, കേരള കൗമുദി, കേരള വിഷൻ, ഇതിനെല്ലാം നമ്മളെ ഓരോ സംരംഭകയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്തിന് എനിക്ക് കുറച്ച് പേരിൽ നിന്ന് എനിക്ക് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളൊരു നീ എണ്ണ കാച്ചി എന്തിനാണ് വിൽക്കുന്നത്, നിനക്ക് വേറെ വേലയില്ലേ, ചുമ്മാ ഇരുന്നൂടെ എന്നൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ അത് ഒരുപാട് ബെനിഫിറ്റ് കിട്ടണം എന്നുമില്ല. ഈ 2026 20 വർഷം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ഈ സംരംഭം. അപ്പം അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജയപരാജയങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം മറികടന്നിട്ടാണ് ഇന്ന് നമ്മളൊരു കമ്പനി ഫോം ചെയ്തത്. ആദ്യം നമുക്ക് ആതിര ഹെർബൽ പ്രോഡക്ട്സ് എന്നൊരു കുഞ്ഞു സംരംഭം, ഇപ്പോഴും അതുണ്ട്, അതിനെ നിലനിർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ആയുരാജ് ഇൻഡസ്ട്രീസ് എന്നുള്ളൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. www.ayuraj.in എന്നുള്ളൊരു വെബ്സൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ വെബ്സൈറ്റിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് നമ്മുടെ യൂണിറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു മെഷീൻ വരുന്നതിന് മുന്നേ നമ്മൾ അടുപ്പിൽ കുഞ്ഞു പാത്രത്തിൽ അത് തവി കൊണ്ട് ഇളക്കി, അങ്ങനെ അതിൽ നിന്ന് വലിയൊരു പാത്രം ഉണ്ടാക്കി അത് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ജാമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അന്ന് നമുക്ക് ഒരു 6-7 മണിക്കൂർ വരെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു മെഷീനറിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ആ ഒരു 2 മണിക്കൂർ നമുക്ക് ലാഭം ഉണ്ടായി. അതുപോലെ ഇളക്കുന്നതിന് പകരമായിട്ട് ഇത് സ്വയം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറി.
അപ്പോൾ നമ്മളൊരു 500 ജാം ചെയ്യുന്നതിന് കൈകൊണ്ട് ഇളക്കുന്ന ആ സമയത്തിന് ഇതിൽ നമുക്ക് 1000 ജാം നമുക്ക് ഒരു സ്റ്റെപ്പിൽ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് പൊടിക്കുന്നതിന് വേണ്ടിയുള്ള മെഷീനാണ്. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പൊടിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ വറുത്ത് അങ്ങനെ കൊണ്ടുവന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിന്ന് പുതിയൊരു മെഷീനിലേക്ക് വന്നതും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ലാഭകരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്യുന്നതിനുണ്ട്, ജ്യൂസ് എടുക്കുന്നതിനുണ്ട്, അങ്ങനെയുള്ള വിവിധ മെഷീനുകൾ നമുക്കിന്ന് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ട്.